ഒളിമ്പിക്സ് അയോഗ്യതാ കേസിൽ ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീലിൽ വിധി ഇന്ന് രാത്രി 9:30-കകം ഉണ്ടാകും. കേസ് പരിഗണിച്ച ജഡ്ജിക്ക് രാത്രി 9:30-ക്ക് മുൻപ് ഉത്തരവിറക്കണമെന്നാണ് കായിക തർക്ക പരിഹാര കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിശദാംശങ്ങളുമായി ചേരുന്നു. അനിൽ, 9:30 ഇനിയും 15 മിനിറ്റ് കഷ്ടിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ പോലും വേണമെങ്കിൽ ഒരു തീരുമാനം വന്നേക്കാം, അല്ലേ? തീർച്ചയായും നിമിഷങ്ങൾ എണ്ണി നിൽക്കുകയാണ്. രാജ്യം ആ വിധി എന്തായിരിക്കുമെന്ന് അറിയാൻ അതൊരു സന്തോഷ വാർത്തയാകട്ടെ എന്ന് തന്നെയാണ് 140 കോടി ജനങ്ങളുടെയും പ്രാർത്ഥന അല്ലെങ്കിൽ പ്രതീക്ഷകളൊക്കെ തന്നെ. കാരണം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു മെഡലാണ് ഒരു ചെറിയൊരു സാങ്കേതിക പ്രശ്നത്തിൻ്റെ പുറത്ത് തട്ടിയകറ്റപ്പെട്ടത്. അത് തിരികെ കിട്ടാനുള്ള വലിയ പോരാട്ടമാണ് വിനേഷ് ഫോഗട്ട് നടത്തിയത്. അതിന് IOAയുടെയും ഒപ്പം തന്നെ രാജ്യത്തിൻ്റെയും പിന്തുണയുണ്ട്. നമ്മൾ 3 മണിക്കൂറിലധികം നീണ്ട വാദത്തിൽ അക്കാര്യങ്ങളെല്ലാം കൃത്യമായി അറിയിക്കുകയും ചെയ്തു. ഇനിയെല്ലാം കോടതിയുടെ കയ്യിലാണ്. കായിക തർക്ക പരിഹാര കോടതി ഇന്ന് ഉച്ചയ്ക്കകം വിധി പറയേണ്ടതായിരുന്നു. പക്ഷേ കോടതി പിന്നീട് ഈ കേസ് പരിഗണിച്ച ജഡ്ജിക്ക് കുറച്ചുകൂടി സമയം നൽകിയതായിരുന്നു. ഒരുപക്ഷെ സമീപകാലത്തൊന്നും തന്നെ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് ഒരു ടെക്നിക്കൽ കാര്യത്തിനപ്പുറം തന്നെ ഒരു മാനുഷിക മൂല്യങ്ങൾ കൂടി പരിഗണിക്കണം എന്ന തരത്തിലുള്ള ഒരു വാദമാണ് ഉന്നയിച്ചത്. അതിനുവേണ്ടിയാണ് ഹരീഷ് സാൽവെ അടക്കമുള്ള അഭിഭാഷകരെ IOA സമീപിക്കുകയും അദ്ദേഹത്തിനെ കൊണ്ട് അവിടെ സംസാരിപ്പിക്കുകയും ചെയ്തത്. 1 മണിക്കൂറിലധികം നീണ്ട വാദമാണ് ഹരീഷ് സാൽവെ മാത്രം നടത്തിയത്. അങ്ങനെ ഇന്ത്യ കൃത്യമായി പറയാനുള്ളതും സാധ്യമായതെല്ലാം ചെയ്തു എന്ന PT ഉഷയും അറിയിക്കുന്നു. എന്തായാലും നമ്മൾ നിമിഷങ്ങൾ എണ്ണി നിൽക്കുകയാണ്. ഈ നിമിഷത്തിലടക്കം ഞാൻ ഫോൺ വീണ്ടും അവരുടെ സൈറ്റിലും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ് റിലീസോ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഏത് നിമിഷത്തിനകവും തന്നെ ഈ പ്രസ് റിലീസ് ഇത് സംബന്ധിച്ച ഒരു ഉത്തരവ് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 9:30 ജഡ്ജിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഡെഡ് ലൈൻ. ആ ഡെഡ് ലൈനകത്ത് ഒരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കാം. അതായത് വിനേഷ് ഫോഗട്ടിൻ്റെ ആവശ്യം ഫൈനലിന് മുമ്പാണ് ഫൈനലിന് കയറും മുമ്പ് താൻ ഭാരപരിശോധനയിൽ തൻ്റെ അതിനാവശ്യമായ മാനദണ്ഡം പൂർത്തിയാക്കിയിരിക്കുന്നു. അതായത് 50 കിലോയ്ക്കുള്ളിൽ താൻ ഉണ്ടായിരുന്നു. ഫൈനലിൽ ഇറങ്ങും മുമ്പ് മാത്രമാണ് ഭാരപരിശോധനയിൽ താൻ പരാജയപ്പെട്ടത്. അതുകൊണ്ട് വെള്ളി മെഡലെങ്കിലും തനിക്ക് അനുവദിക്കണം എന്നാണ് ആവശ്യം. പക്ഷേ ഇതിനെ IOAയും IOCയും ഒപ്പം തന്നെ UWW അതായത് അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷനും ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എന്താണ് ഒരു മിറാക്കിൾ, എല്ലാ മാധ്യമങ്ങളും ഉപയോഗിക്കുന്നത് ആ വാക്കാണ്. ആ മിറാക്കിൾ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാജ്യത്തിന് വിനേഷിന് അർഹിച്ച ആ മെഡൽ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, കാത്തിരിക്കുന്നു. അനിൽ, ഇതിപ്പോൾ ഒരു വെള്ളി മെഡൽ വരെയുള്ള മത്സരത്തിലെ ഭാരമൊക്കെ പരിശോധിക്കുമ്പോൾ എന്താണ് ഹരീഷ് സാൽവെയൊക്കെ വാദിച്ചത് യുക്തിഭദ്രമാണ് എന്ന് നമുക്ക് തോന്നും. എന്ന് വെച്ചാൽ ചട്ടങ്ങളൊക്കെ മാറ്റിവെച്ചാൽ ഫൈനലിലെത്തുന്നത് വരെയുള്ള പോരാട്ടത്തിൽ ഈ പറയുന്ന ഭാരമൊക്കെ കൃത്യമായിരുന്നു. അതിലൊന്നും യാതൊരു തരത്തിലുള്ള ചട്ടവിരുദ്ധമായതൊന്നും ആ മത്സരങ്ങളിൽ നടന്നില്ല. ഫൈനലിൽ മാത്രമാണ് ആ പ്രശ്നമുള്ളത്. അപ്പോൾ അതുവരെയുള്ള പോരാട്ടം കണക്കിലെടുത്ത് മെഡൽ വേണം എന്ന വിനേഷിൻ്റെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അല്ലെ ഇന്ത്യയുടെ ഒക്കെ ആവശ്യം യുക്തിഭദ്രമാണ്. പക്ഷേ ചട്ടപ്രകാരം നിലനിൽക്കുമോ എന്ന് നമുക്കറിയില്ല. ഈ വാദത്തിന് ശേഷമുള്ള എന്തെങ്കിലും പ്രതികരണം പാരീസിൽ നിന്ന് ലഭ്യമായിരുന്നോ? വിനേഷോ അല്ലെങ്കിൽ അവരുടെ അഭിഭാഷക സംഘമോ ഒളിമ്പിക് അസോസിയേഷനോ എന്തെങ്കിലും ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ ഒക്കെ പറഞ്ഞിരുന്നോ? ഇതുവരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ അധ്യക്ഷ PT ഉഷ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം വന്നത്. PT ഉഷ പറഞ്ഞത് സാധ്യമായതെല്ലാം ചെയ്തു, തങ്ങളുടെ വാദങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ സാങ്കേതികതകളിൽ തൂങ്ങുന്നതിനപ്പുറം തന്നെ ചില മാനുഷിക പരിഗണന നടത്തണം. കാരണം ഈ ഒളിമ്പിക്സ് എന്ന് പറയുന്നത് തന്നെ മാനവികതയിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ഗെയിംസാണ്. ലോകത്ത് യുദ്ധക്കെടുതികളാൽ നിറഞ്ഞ ഒരു ലോകത്തെ അതൊക്കെ തന്നെ അവസാനിപ്പിക്കുന്നതിനും ലോകത്തെ യുണൈറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ ഉണ്ടാക്കിയ ഒരു സ്പോർട്ടാണ്, ഒരു ഇവൻ്റാണ് ഒളിമ്പിക്സ് എന്ന് തന്നെ. അപ്പോൾ ആ ഇവൻറ്റിൽ ചില സാങ്കേതികതകളിൽ ഇല്ലെങ്കിൽ ചില നിയമക്രമങ്ങളുടെ മാത്രം പേര് പറഞ്ഞ് ഒരു താരത്തിൻ്റെ എഫേർട്ടിനെ തള്ളിക്കളയുന്നത് ശരിയല്ല. പ്രത്യേകിച്ച് ഇതൊരു സങ്കീർണമായ ഒരു നിയമമാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഫൈനൽ കയറുന്നത് വരെ ആ താരത്തിൻ്റെ ഭാരപരിശോധന കൃത്യമാണ്. തൊട്ടു പിന്നാലെ ഫൈനലിന് മുമ്പ് വരുന്ന സാങ്കേതികമായ തടസ്സം. ഇന്നലെ സച്ചിൻ ടെണ്ടുൽക്കർ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിയമങ്ങളിലുള്ള ചില ഉരാക്കുടുക്കുകൾ അല്ലെങ്കിൽ ചില കെട്ടുപാടുകൾ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. നേരത്തെ ഒരുപക്ഷെ സച്ചിൻ ഇങ്ങനെ പറയാൻ കാരണം നമുക്ക് ഓർമ്മയുണ്ടാവും, 2015 വേൾഡ് കപ്പിലാണെന്ന് തോന്നുന്നു ഒരു കൂടുതൽ ബൗണ്ടറി അടിച്ചതിൻ്റെ പേരിൽ ഇംഗ്ലണ്ട് ടീമിന് ലോകകപ്പ് സമ്മാനിച്ചതും ന്യൂസിലാൻഡിന് അർഹിച്ച ഒരു വിജയം അല്ലെങ്കിൽ അവർക്കൊരു അങ്ങനെ നഷ്ടപ്പെട്ട കാര്യവും നമുക്ക് ഓർമ്മ വരുന്നുണ്ടാവും. പക്ഷേ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് ലോകകപ്പ് കിട്ടി. ഇപ്പോഴും പല ആളുകളും അതിനകത്ത് വലിയ എതിർപ്പ് അറിയിപ്പൊക്കെ തന്നെ അറിയിച്ചു. പിന്നീട് ആ നിയമം ICCക്ക് മാറ്റേണ്ടി വന്നു. അതുപോലെയാണ് ഈ നിയമങ്ങൾ ഒരു ഘട്ടത്തിൽ ഉണ്ടാക്കി വയ്ക്കും, പക്ഷേ അതിൽ പലപ്പോഴും ഇത്തരം പിഴവുകൾ ഉണ്ടാവും അല്ലെങ്കിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവും.
ഉണ്ടാവും. അതിലൊരു മാറ്റം വേണമെന്നാണ് സച്ചിൻ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ ഇതൊരു ചരിത്ര വിധിയായി മാറട്ടെ എന്നാണ് നമ്മൾ കരുതുന്നത്. ഇങ്ങനെ ഒരു വിധി വന്നാൽ ഒരുപക്ഷെ ഈ നിയമത്തിൽ ഒരു മാറ്റം വരുത്താൻ ഫൈനൽ വരെ ഒന്ന് ഫൈനൽ മറ്റൊരു നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു പല ലോകത്തെ പല പ്രമുഖ റെസ്ലേഴ്സും ഒക്കെ തന്നെ ആവശ്യപ്പെട്ടതുപോലെ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒരു വിധി കൂടി ആവുമെന്നാണ് നമ്മൾ ഇത് പ്രതീക്ഷിക്കുന്നത്. കാത്തിരിക്കുകയാണ് രാജ്യം. വെള്ളി മെഡലിനായി ഒരു സ്വർണത്തേക്കാൾ തിളക്കമുള്ള ഒരു വെള്ളി മെഡൽ നമുക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിമിഷങ്ങളിൽ ഇനി കാത്തിരിക്കുകയാണ് രാജ്യം. യെസ്, ഇനി ഒരു പക്ഷേ ഏതാനും മിനിറ്റുകൾ മാത്രമേ പ്രധാനപ്പെട്ട ജഡ്ജ്മെന്റ് വരാൻ ബാക്കിയുള്ളൂ. അതിൽ എന്തായിരിക്കുമെന്ന് അറിയില്ല. പക്ഷേ വലിയ പ്രതീക്ഷയുണ്ട് ഇക്കാര്യത്തിൽ. കായിക തർക്ക പരിഹാര കോടതി എന്തു തീരുമാനമെടുക്കും? ആ ജഡ്ജിക്ക് നൽകിയിരിക്കുന്ന സമയപരിധി അവസാനിക്കാൻ ഇനി 7 മിനിറ്റ് കഷ്ടിച്ചേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ വരും. ഒരു നീതി നടപ്പാകുമെന്ന് തന്നെയാണ് രാജ്യമാകെ പ്രതീക്ഷിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകി.